ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് നോക്കാം. ഇവിടെ ക്രിസ്റ്റൽ ബീഡ്സും എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റൈൻ സ്റ്റോൺ ആണ്, അതായത് വൈറ്റ് കളർ സ്റ്റോൺസ് ഉള്ള റൈൻ സ്റ്റോൺ. നമ്മൾ മുത്തുകളുടെ ഇടയിലെല്ലാം മാല കോർക്കുമ്പോൾ കോർക്കാൻ ഉപയോഗിക്കുന്ന റൈൻ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹുക്കും അതിനുള്ള കണ്ണികളും, അത് ഹുക്ക് കോർക്കാനുള്ള കണ്ണികളും എടുത്തിട്ടുണ്ട്. പിന്നെ വയർ ഏത് ടൈപ്പ് നൂല് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എങ്കാസ് വയറാണ്, അതായത് ഫിഷിംഗ് വയറാണ്. അപ്പോൾ അതിന് ലെങ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് ഉണ്ടല്ലോ, അതിൻ്റെ ഡബിൾ സൈസ് ലെങ്ത് വേണം നമുക്ക് എടുക്കാൻ. അതായത് എത്രയാണോ ബ്രേസ്ലെറ്റിൻ്റെ അളവ് അതിൻ്റെ ഇരട്ടി നീളത്തിൽ വേണം നമ്മൾ ഈ നൂല് കട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ രണ്ട് വരിയായിട്ടാണ് കോർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡബിൾ ലെങ്ത്തിൽ എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ നൂല് രണ്ടായി മടക്കി പിടിച്ച ശേഷം ഈ ഹുക്കിൻ്റെ കുഞ്ഞു ഹോളുണ്ടല്ലോ അതിൽ കൂടെ ഇട്ട് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്കിതുപോലെ കെട്ടിട്ടെടുക്കാം. ഞാനിവിടെ ആദ്യം ലോക്ക് ചെയ്ത ശേഷം ഒന്നുകൂടി അതിനുള്ളിൽ കൂടി എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒന്നുകൂടി നമ്മൾ യങ്കസ് വയർ ആയതുകൊണ്ട് ഒന്നുകൂടി കെട്ട് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് മുത്ത് കോർത്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു രണ്ട് വരിയിലാണ് നമ്മൾ കോർക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് കളറാണ് മുത്ത് ഇവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ വൈറ്റ് കളർ ബീഡ്സാണ് എടുക്കുന്നത്. 2 mm സൈസ് വരുന്ന അത്രയും വലുപ്പമുള്ള മുത്താണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് വരിയിൽ കോർക്കുമ്പോൾ നമ്മൾ ഈ നൂലിൽ ആദ്യത്തെ നൂലിൽ 2 മുത്തും പിന്നെ നെക്സ്റ്റ് വണ്ണിൽ ഒരു മുത്താണ് കോർക്കുന്നത്. അതായത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെക്കുമ്പോൾ മുകളിലത്തെ നൂലിൽ 2 മുത്തും താഴെ വരുന്ന നൂലിൽ ഒരു മുത്തും അതുപോലെ വരുന്ന പോലെ കോർക്കുക. അതിനുശേഷം ആദ്യത്തെ മുത്ത് 3 കോർത്ത് കഴിയുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് പോലെ നമുക്ക് അവിടെ വരും. അതിനുശേഷം അവിടെ 2 കെട്ടിടുക, അതായത് ഒരു കെട്ടിട്ടാൽ നിൽക്കില്ല, ലൂസ് ആയിരിക്കും. അതിനുശേഷം ഒരു കെട്ട് കൂടി ഇട്ടിട്ട് 2 കെട്ടിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ ആ മുത്ത് അവിടെ കോർത്തത് ഇളകാതെ നന്നായി ലോക്കായിരുന്നോളും. അതിനുശേഷം നമുക്ക് റൈൻ സ്റ്റോൺ കോർക്കാം. അത് 2 നൂലും ഒരുമിച്ച് പിടിച്ച് കോർത്താൽ മതി. റൈൻ സ്റ്റോൺ 2 നൂലിലും കൂടിയാണ് കോർക്കുന്നത്. കോമൺ ആയിട്ട് മുത്തുകൾ മാത്രമാണ് 2 നൂലിലും വേറെ വേറെ കോർക്കുന്നത്. ഞാൻ നിറയെ വീഡിയോസിൽ കമൻസിൽ ചോദിക്കാറുണ്ട്, 2 നൂലിലും വേറെ വേറെ കോർത്തത് അല്ലെങ്കിൽ 2 നൂല് എങ്ങനെയാണ് കോർത്തതെന്നൊക്കെ നിറയെ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. മുത്ത് മാത്രം നമ്മൾ 2 നൂലിൽ കോർക്കുന്നു, റൈൻ സ്റ്റോൺ 2 നൂല് ഒരുമിച്ച് കോർക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ വേറെ കോർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വീണ്ടും ഈ നൂല് നേരെ കറക്റ്റായിട്ട് പിടിക്കുക, അതായത് മുകളിൽ വരുന്ന നൂല് താഴെ വരുന്ന നൂല് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത കളർ കോർക്കാം. ഞാനിവിടെ റെഡ് കളർ ക്രിസ്റ്റലാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു ബൈക്കോൺ ഷേപ്പ് വരുന്ന ക്രിസ്റ്റൽ മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ക്രിസ്റ്റൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ മുത്തുകൾ സാധാരണ നോർമൽ ബീഡ്സ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കോർക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കോർത്തതിൽ ഒരു ക്രിസ്റ്റൽ, അതായത് മുകളിൽ വരുന്ന നൂലിൽ ഒരു മുത്തും താഴെ വരുന്ന നൂലിൽ 2 മുത്തുമാണ് കോർത്തിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം മുകളിൽ 2ഉം താഴെ 1ഉം കോർത്തു. അത് കഴിയുമ്പോൾ നേരെ തിരിച്ച്, അതായത് മുകളിൽ 2 കോർത്തെങ്കിൽ അടുത്തത് കോർക്കുമ്പോൾ മുകളിൽ 1, അങ്ങനെ ഓപ്പോസിറ്റായിട്ട് 2 മുത്ത് വരുന്ന പോലെയാണ് കോർത്ത് വരുന്നത്. ഈ 3 മുത്ത് കോർത്ത് കഴിയുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 2 കെട്ടിടുക, ടൈറ്റ് ചെയ്യുക. വീണ്ടും ഒരു റൈൻ സ്റ്റോണ് കോർക്കുക. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കളർ ഏതാണ്, വെള്ള തന്നെയാണ് എടുക്കുന്നത്, അപ്പോൾ വെള്ള മുത്ത് കോർക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് വെയർ കുറച്ച് നല്ല മിനുസുള്ള ടൈപ്പാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഓരോ 3 മുത്ത് കഴിയുമ്പോഴും കെട്ടിടുന്നത്. അപ്പോൾ കുറച്ച് ചേർന്നിരിക്കും, അത് വിട്ട് വരാതിരുന്നാലാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ഡിസൈൻ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുകയുള്ളൂ. അല്ല നമ്മൾ ഓരോ 3 മുത്ത് കഴിയുമ്പോഴും കെട്ടിയിട്ടില്ലെങ്കിൽ അത് കോർത്ത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ ഇരിക്കും. അതായത് 2 മുത്തിന് മുകളിലോട്ട് ഒരു മുത്ത് വരും, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഓരോ 3 മുത്ത് കഴിയുമ്പോഴും 2 കെട്ടിയിട്ട് ടൈറ്റ് ചെയ്ത ശേഷം മാത്രം റൈൻ സ്റ്റോൺ കോർത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും കോർത്ത് കഴിഞ്ഞാൽ അടുത്തത്, അതായത് വൈറ്റ് കളർ കോർത്തു, റെഡ് കോർത്തു, വീണ്ടും നമ്മൾ വൈറ്റ് കോർക്കാണ്. മുകളിൽ വരുന്ന നൂലിൽ 2 മുത്ത് കോർത്തു, താഴെ വരുന്നതിൽ ഒരു മുത്ത് കോർത്തു. ഇതേപോലെ തന്നെ വീണ്ടും നമ്മളത് കെട്ടിടുക, 2 കെട്ടിട്ട് ടൈറ്റ് ചെയ്ത ശേഷം റൈൻ സ്റ്റോൺ കോർക്കുക, വീണ്ടും റെഡ് കളർ കോർക്കാം. ഇതേ പ്രൊസീജിയറിലാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് മുഴുവനും നമ്മൾ കോർത്തെടുക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ഓൺലൈനായി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഓൺലൈനായിട്ട് ആ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാകും, അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് നമുക്ക് ഏതൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ അവരത് കൊറിയറിൽ അയച്ചു തരും. അതാണ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രേസ്ലെറ്റ് മുഴുവനായിട്ട് കോർത്ത് കഴിഞ്ഞു. ഇത്രയാണ്, അതായത് 3 മുത്ത് വെച്ചിട്ട് കോർക്കണത്. എല്ലാം ഒരേപോലെ കോർത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി ഹുക്ക് കോർക്കാനുള്ള കണ്ണിയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഹുക്ക് കോർത്ത പോലെ തന്നെ ഒരു നൂലിൽ കണ്ണി കോർത്ത ശേഷം ഈ 2 നൂലും കൂടി കൂട്ടി 2-3 കെട്ടൊക്കെ കെട്ട് നല്ല വലിച്ച് ടൈറ്റ് ചെയ്യുക.
പിന്നെ എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് ഈ ഫ്ലെയിമിൽ കാണിച്ചൊന്ന് ഉരുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ബ്രേസ്ലെറ്റ് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.